ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സമയം 5 മണിയായി. ഇപ്പോൾ 3 ഇയർ LLB എൻട്രൻസ് എഴുതി കുട്ടികളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ 5 ഇയർ LLBയുടെ റിവ്യൂ എടുത്തായിരുന്നു. അപ്പോൾ കുട്ടികൾ പറഞ്ഞ പ്രകാരം പുതിയ നിയമത്തിൽ നിന്ന് യാതൊരുവിധ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. IPCയോ BNSO BNSSO അങ്ങനത്തെ ഉള്ളതിൽ നിന്നൊന്നും ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങൾ, പിന്നെ ലീഗൽ GK ധാരാളമായി ചോദിച്ചിട്ടുണ്ട്. ആകെ മൊത്തം ഒരു മോഡറേറ്റ് പേപ്പർ എന്ന രീതിയിലാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വളരെ പ്രത്യേകമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നേരത്തെയാണ് ഇത്തവണ പരീക്ഷ വിളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന പരീക്ഷ ഏകദേശം 3 മാസം ഏർലി ആയിട്ട് ഈ വർഷം മെയ് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചു. വളരെ ഷോർട്ട് നോട്ടീസിൽ ജൂൺ 1 പരീക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ, ഒരു ടെൻഷനും കാര്യങ്ങളും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പലരും എക്സാം ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്ന പലരും വൈകിയാണ് അറിഞ്ഞത്. അപ്പോൾ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഷോർട്ട് നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾ കയറിയിട്ട് അപ്പോൾ നമുക്ക് പിള്ളേർ 3 ഇയർ LLB എൻട്രൻസ് എഴുതിയിട്ടുള്ള കുട്ടികളടുത്ത് ചോദിക്കുക എങ്ങനെയുണ്ട് എക്സാം ഉണ്ട്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത്, എങ്ങനെയാണ് എക്സാമിൻ്റെ ഒരു കടുപ്പം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിള്ളേരോട് നേരിട്ട് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ 3 ഇയർ LLB എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ അഡ്വക്കേറ്റ്സ് ക്ലർക്കായ നമ്മുടെ സ്വന്തം ഗിരിജ ചേച്ചി നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ നമുക്ക് ചോദിക്കാം, ചേച്ചി എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം ഇപ്പൊ ഞാൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല. അതായത് എന്ത് തരം ചോദ്യങ്ങൾ? വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഭയങ്കരമായിട്ട് ഇൻഡയറക്റ്റ് ഒക്കെ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും ഉത്തരം കിട്ടൂല. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ അത് എങ്ങനെയൊക്കെ ചോദിച്ചാണെന്ന് അറിയില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള അതായത് വളഞ്ഞു തിരിഞ്ഞു, പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. എന്താ പറയാ, പുതിയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ നിന്ന് ഒന്നുമില്ല. കോൺട്രാക്ട് ആകെ ഒരു ഉണ്ടായിരുന്നു, ഈ ഒരു മൈനർ, അതായത് നോട്ട് കറക്റ്റ് എന്ന് ചോദിച്ചിട്ട്. ലീഗൽ ടേംസ് മാക്സിംസ് ഒന്നുമില്ല ലീഗൽ ടേംസ്. അതുപോലെ മറ്റുള്ള സബ്ജക്റ്റുള്ള മാത്സ് ഒക്കെ എങ്ങനെയുണ്ട്? മാത്സ് ഞാൻ ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. എന്നാലും മീഡിയംസും ആകെ 2 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ എന്താ പറയാ, നമ്മള് കൊറേയൊക്കെ പഠിച്ചു പോയിണ്ടായിരുന്നു. ഇംഗ്ലീഷ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുഴപ്പമില്ല. GKയും കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്താ പറയാ കുറച്ച് ബുദ്ധിമുട്ടായി. അല്ല, പേപ്പർ മൊത്തത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ചാലക്കുടിയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്രമുഖയായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ്സ് ക്ലർക്കാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് LLB എടുക്കണം എന്നുള്ളൊരു മോഹത്തോടു കൂടിയാണ് എൻട്രൻസ് എഴുതിയത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഒരുപാട് കടമ്പകളുണ്ട്, റിസൾട്ട് വരട്ടെ. എല്ലാവർക്കും എക്സാം ടഫ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം രാവിലെ 5 ഇയർ LLB എൻട്രൻസ് ചോദിച്ചപ്പോഴും പിള്ളേർക്ക് മോഡറേറ്റ് പേപ്പർ ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ 3 ഇയർ പാറ്റേൺ ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ട്. 3 ഇയർ ഇപ്പോൾ ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഭയങ്കര ടഫ് ആണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം, എന്തായാലും പരീക്ഷ നോക്കാം. പിന്നെ ചേച്ചിയുടെ ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു LLB എന്നൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താണ്? എനിക്ക് ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. പിന്നെ കറങ്ങി തിരിഞ്ഞ് പല ജോലികൾ ചെയ്ത് അവസാനം ഞാനൊരു വക്കീൽ ഓഫീസിൽ ക്ലർക്കായിട്ട് കയറി. പിന്നെ ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഇട്ടേക്കണേ. അപ്പൊ എനിക്ക് ഇതിനോട് ഭയങ്കര ക്രേസ് ആണ്. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഞാൻ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരുപാട് ആഗ്രഹത്തോടെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ എല്ലാം മോഹങ്ങൾ പൂവണിയട്ടെ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ ചേച്ചി, താങ്ക് യു ഫോർ ദ റിവ്യൂ. 3 ഇയർ LLB എൻട്രൻസ് എഴുതിയ കീർത്തനയുണ്ട്. നമുക്ക് കീർത്തനയുടെ അടുത്ത് ചോദിക്കാം എങ്ങനെയായിരുന്നു പരീക്ഷ. കീർത്തന, എവിടെ നിന്നാണ് കീർത്തന വരുന്നത്? ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, എങ്ങനെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം നല്ല പാടായിരുന്നു. ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങൾ വന്നിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വന്നത്? മറ്റേ സ്റ്റാറ്റ്യൂർ അങ്ങനത്തെ രീതിയിൽ ഉള്ളീന്നായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഓക്കെ, ജൂറിസ്പ്രുഡൻസ് ആണോ? കോഡ്സ് ആരാ പറഞ്ഞത്? അങ്ങനത്തെ ചോദ്യങ്ങളാണോ? BNS IPC പുതിയ നിയമത്തിൽ നിന്നൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. കോൺട്രാക്ട് ടോർട്ടോ ഒന്നും വന്നിട്ടില്ല. ആകെ ജൂറിസ്പ്രുഡൻസ് എന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതെല്ലേ? അപ്പോ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു? അപ്പോ 70-75 അറ്റൻഡ്. എത്ര എണ്ണം ശരി ഉത്തരം പ്രതീക്ഷിക്കേണ്ടതിന്? അത് അറിയില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ചിലതൊക്കെ കറക്കി കുത്തേണ്ടി വന്നു. ഓക്കെ, അപ്പോ ഈ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ എവിടെ പഠിക്കാനാണ് ആഗ്രഹം? ഫസ്റ്റ് ടൈം പ്രാക്ടീസ് ചെയ്ത് ഓരോ യൂട്യൂബ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ. അതെല്ലേ? ഓക്കെ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്തുകൊണ്ട് ഈ LLB എന്നൊരു ലീഗൽ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താണ്? എനിക്ക് ഫസ്റ്റ് ഡിഗ്രിക്ക് മുൻപ് ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടുകാരന് ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ട് ഞാൻ അത് കയറിയില്ല. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ കയറാൻ. അതല്ലേ? ഓക്കെ, അപ്പോൾ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഹായ് ഗൈസ്, അപ്പോൾ 3 ഇയർ LLB എൻട്രൻസ് എഴുതി കഴിഞ്ഞിട്ടുള്ള ഷംസുദ്ദീൻ ചേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു എക്സാം, എങ്ങനെയുണ്ടായിരുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെയായിരുന്നു എക്സാം? 3 ഇയർ LLB എൻട്രൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെയാണ്. പിന്നെ മാത്രമല്ല, എക്സാമിന്റെ ഒരു ഡേറ്റ് പെട്ടെന്ന്, സാധാരണ ഗതിയിൽ ഒരു
സെപ്റ്റംബർ മാസത്തിലോ അല്ലെങ്കിൽ ആഗസ്റ്റ് അവസാനം എന്നുള്ള രീതിയിലൊക്കെയാണ് എക്സാം നടക്കാറ്. പക്ഷേ ഇപ്പം ഇത്തവണ പെട്ടെന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ നമ്മൾ ആ പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തതും അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. വളരെ ശരിയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന പരീക്ഷ വളരെ നേരത്തെ, ഇപ്പോൾ മെയ് മാസത്തിൽ വളരെ ഷോർട്ട് നോട്ടീസിൽ വിളിച്ച് എക്സാം ഷെഡ്യൂൾ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു പരീക്ഷ വന്നപ്പോൾ എങ്ങനെ പ്രിപ്പയർ എന്താ ആദ്യം തോന്നിയത്? അല്ല, എല്ലാവർക്കും ഇതേ റൂള് തന്നെയാണ്. അപ്പൊ നമ്മളൊരു കോമൺ സംഗതിയാണ്, അതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും വരുന്ന സംഗതിയാണ്. അപ്പൊ പരിമിതമായ സമയം എല്ലാവർക്കും ഉള്ളതാണ്. അതിനകത്ത് നന്നായി പഠിച്ച് പറ്റാവുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. അതല്ലേ ഈ LLB ലീഗൽ ഫീൽഡിനോടൊരു ആഗ്രഹം അല്ലെ പഠിക്കണം എന്നൊരു തോന്നൽ വരാനുള്ള കാരണം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ചെറുപ്പത്തിലെ ആഗ്രഹിച്ചിട്ടുള്ളതാണ് LLB. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളോടൊന്നും പറ്റിയില്ല. പിന്നെ ഏകദേശം 1/4 നൂറ്റാണ്ടോളം വിദേശത്ത് ജീവിച്ച് അവിടുത്തെ തൊഴില് ഇനി മതി, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് തിരിയാം എന്ന് കരുതി വന്ന് ഞാനൊരു ഡിഗ്രി കൂടെ എടുത്തു. ഇപ്പൊ കേരളോർമ്മയാണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് വന്നു. അത് ഏകദേശം നല്ല മാർക്കുണ്ട്, ഏകദേശം 84% ഉണ്ട്. അത് നല്ലൊരു മാർക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇനി ഏത് ഡിഗ്രി എടുക്കണം അല്ലെങ്കിൽ PG ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഹിസ്റ്ററി ആയിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ ഹിസ്റ്ററി ഇനി എടുക്കുമ്പോൾ അതേ ഡിഗ്രി അതേ സിലബസ് തന്നെ കാര്യമായിട്ട് പഠിക്കാനുള്ളത്, പ്രത്യേകിച്ച് ഒന്നും വേറെ പഠിക്കാനില്ല. കാരണം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ മാക്സിമം കുറച്ചുകൂടെ വൈഡായിട്ട് പഠിച്ചിട്ടുണ്ട് ഡിഗ്രി എഴുതുമ്പോൾ. അപ്പോൾ PGക്കും അത് തന്നെ പഠിക്കുക എന്നുള്ളത് അപ്പം അത്ര പ്രത്യേകിച്ചൊന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളത്. തീർച്ചയായും ഈ ഒരു പ്രായത്തിലും പഠിക്കാനുള്ള ഒരു അധിനിവേശം, പഠിക്കാനുള്ള ആഗ്രഹം കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷണൽ ആയിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ എൻട്രൻസ് നടത്തി ലീഗൽ ഏത് ഭാഗമായിരുന്നു? ലീഗൽ ഭാഗത്ത് നിന്ന് എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്? ടോപ്പ് എന്നുള്ള രീതിയിലൊന്നും കാര്യമായിട്ട് വന്നില്ല. നമ്മുടെ പുതിയ നിയമത്തിൽ BNS കാര്യമായിട്ട് വന്നിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷന് ചോദ്യങ്ങളുണ്ട്. കൂടുതലൊന്നുമില്ല. ഞാൻ അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തെ, ഇപ്പൊ സാറ് പറഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ വർഷത്തെ യൂട്യൂബ് ക്ലാസ് ഞാൻ കാണാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്യണമെന്ന്. അങ്ങനെ റെഫർ ചെയ്തപ്പോൾ ഒരുപാട് ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ LLB എടുത്തതിന് ശേഷം പഠിക്കേണ്ട കാര്യങ്ങളല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു 2-4 വർഷം മുന്നത്തെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. തീർച്ചയായും പ്രീവിയസ് ഇയർ പേപ്പർ വൃത്തിക്ക് നോക്കിയിട്ടുണ്ട്. അത് ആളുടെ സംസാരത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. ഏതൊരു ആസ്പെക്റ്റിനെ സംബന്ധിച്ചോളം നമ്മളൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ മുൻ വർഷത്തെ പേപ്പറുകൾ നോക്കണം എന്നുള്ളത് ഒരു കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ് നമുക്ക്. അപ്പോൾ ഈ ഒരു LLB എടുത്തു കഴിഞ്ഞ് എന്താണ് അതിനുശേഷം എന്താണ് പ്ലാൻ? തീർച്ചയായിട്ടും എന്താ പറയാ, ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ ഒരു അഭിഭാഷക രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. അതാണല്ലേ. ഇപ്പോൾ ഈ LLB എടുത്ത് നമ്മുടെ ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്ത് എവിടെ പഠിക്കാനാണ് ചേട്ടൻ ആഗ്രഹം? അതായത് തൃശ്ശൂർ അടുത്താണ്. അപ്പൊ തൃശ്ശൂർ ലോ കോളേജിൽ കിട്ടുവാണെങ്കിൽ നല്ലത്. പക്ഷെ കിട്ടിയില്ലെങ്കിൽ പിന്നെ തൊട്ടടുത്തുള്ളത് KKT മറ്റേ കുറ്റിപ്പുറത്ത് ഒരു കോളേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊളപ്പുള്ളിയിൽ അല്ലമീനുണ്ട്. അപ്പൊ അവിടെ ഏതെങ്കിലും ഇപ്പൊ ഈ ഗവൺമെന്റ് ലോ കോളേജിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ അവിടെ മെറിറ്റിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് എനിക്ക്. അപ്പോൾ അവിടെ പോയിട്ട് പഠിക്കാം. പക്ഷെ കുറച്ചൊരു ദൂരം കൂടുതലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫീസും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികമാണ് അവിടെ. ഇപ്പോൾ നമ്മുടെ ലീഗൽ പറഞ്ഞു മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും ബാക്കി അങ്ങനെയുള്ള സബ്ജക്ട്സ് എങ്ങനെയുണ്ട്? അതായത് മാത്സിംസ് ഒക്കെ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. മാത്സ് ഭാഗത്തുനിന്ന് കണക്ക് ഭാഗത്ത് അത് ഉണ്ട്. പക്ഷെ അത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട് പരമാവധി ഒക്കെ പ്രിപ്പയർ ചെയ്ത രീതിയിലുള്ള ഒരു പാറ്റേൺ അല്ല വന്നിട്ടുള്ളത്. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അല്ല, അപ്പൊ നമ്മുടെ ഈ GKയും അതുപോലെ ഇംഗ്ലീഷ് ഭാഗത്തു നിന്നൊക്കെ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ കാരണം? ഇംഗ്ലീഷ് ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആക്കി മാറ്റുക, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ്, അങ്ങനെയുള്ള പാറ്റേൺ ഒക്കെ. അതുപോലെ ശരി ഉത്തരം ഇപ്പോൾ 120 ചോദ്യങ്ങൾ എത്ര ശരി ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത് എക്സാമിൽ? ഞാൻ 83 എണ്ണം ഏറെക്കുറെ 83 ചെയ്തിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ഒരു 2-4 എണ്ണത്തെ വളരെ നല്ലൊരു കാര്യമാണ്. അറിയുന്നത് മാത്രം ചെയ്യുക, നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് വളരെ നല്ലൊരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ 80 എണ്ണം കറക്റ്റ് ആണെങ്കിൽ നല്ലൊരു സ്കോറിലേക്ക് എത്തി. അപ്പോൾ ഇത്തവണ വളരെ പെട്ടെന്ന് പരീക്ഷയ്ക്ക് എല്ലാവരും പ്രിപ്പറേഷൻ തീർന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ബെസ്റ്റ് വിഷസ് ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമ്മുടെ വലിയൊരു സപ്പോർട്ടറാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ കാണാറുണ്ട്. എനിക്ക് വളരെ എന്താ പറയുക, അതിനകത്തുള്ള നിങ്ങളുടെ ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇന്നലെ അടക്കം കണ്ടു ഞാൻ. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഇവിടെയുള്ളത്. ഒരാൾ അവരുടെ കൈക്കുഞ്ഞുമായിട്ട് ഇത് നമ്മുടെ 3 year LLB എൻട്രൻസ് എഴുതാൻ വന്നിട്ട് ഭവ്യ നമ്മുടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഭവ്യയുടെ അടുത്ത് ചോദിക്കാം, പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? 3 year LLB ടഫായിരുന്നു. എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്? അതായത് ലീഗൽ ഭാഗം എവിടെ നിന്നൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? കുറെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റിക്കൊന്നും എത്തിയിട്ടില്ല. മാത്സ്, ഇംഗ്ലീഷ് ഇതൊക്കെയാണ് കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ എത്ര ചോദ്യങ്ങൾ ടോട്ടൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? 75 ചോദ്യങ്ങൾ. അപ്പോൾ എത്ര എണ്ണം കറക്റ്റ് ആൻസർ പ്രതീക്ഷിക്കുന്നുണ്ട്? അതിൽ നിന്ന്
എവിടെ തൃശ്ശൂർ എവിടെ നിന്നാണ് വരുന്നത്? ചൂണ്ടില് ചൂണ്ടൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ട് LLB എന്നൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു റീസൺ, അതിന് പിന്നിലൊരു കാരണം? ആ പ്രൊഫഷനോട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്താണ് വർക്ക് ചെയ്യാണോ എന്താണ് ഇപ്പൊ? ഇല്ല ഇപ്പൊ ബേബിയുള്ള കാരണം ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഡിഗ്രി ഏത് ഡിഗ്രി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? എക്കണോമിക്സ് ആണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 200 അടുത്ത സ്കോർ പ്രതീക്ഷിക്കുന്നത്? ബാക്കിയുള്ളവർ സംസാരിച്ചപ്പോൾ എങ്ങനെ തോന്നിയത്? പൊതുവെ കുട്ടികളൊക്കെ എന്താ പറഞ്ഞത്? എക്സാം ടഫ് ആണോ എന്താണ് പറഞ്ഞത്? ടഫായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ ദ റിവ്യൂ. അപ്പോൾ നമ്മുടെ 1-2 സപ്പോർട്ടേഴ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ 1-2 കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതും കൂടെ നമുക്ക് റിവ്യൂ ആയിട്ട് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഞാൻ സാർ 230 മാർക്സ് ജനറൽ ആൻഡ് ഓപ്റ്റഡ് എക്സ് പാരാമിലിറ്ററി റിസർവേഷൻ സാർ, എനി ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രം. ഓക്കെ, 230 മാർക്കിന് ജനറൽ കാറ്റഗറി ആണ്, എക്സ് പാരാമിലിറ്ററി റിസർവേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ട് ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രത്തിൽ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അതൊന്നും പറയാനുള്ള ടൈം ആയിട്ടില്ല. നോട്ട് ദിസ് ടൈം. ഇപ്പം ജസ്റ്റ് എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രൊവിഷണൽ കീ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഫൈനൽ കീ റിലീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരണം. റാങ്ക് ലിസ്റ്റ് വന്ന് നമ്മുടെ റാങ്ക് എവിടെ കിടക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏകദേശം പ്രഡിക്ഷൻസ്, അപ്പോൾ പോലും നമുക്ക് ഫുൾ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല, ഇന്ന് നമുക്ക് ഏകദേശം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഇന്ന റാങ്കിനുള്ളിൽ വന്നാൽ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഒന്നും തന്നെ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരാളെ ബേസ് ചെയ്തിട്ടല്ല ഇതൊന്നും. ഓക്കെ, എല്ലാവരെയും വെച്ചിട്ട് റാങ്ക് ലിസ്റ്റ് വരട്ടെ. ഇപ്പോൾ 5 ഇയർ ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ ഈസി ആയിരുന്നു. ഈസി എല്ലാവരും മോഡറേറ്റ് പേപ്പർ. 3 ഇയർ ടഫാണെന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 ഇയറിൻ്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതൊരു എന്താ പറയുക, ടഫാണെന്നാണ് 70% കുട്ടികളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 1-2 നമ്മുടെ സപ്പോർട്ടേഴ്സ് നമുക്ക് അയച്ച 1-2 മെസ്സേജും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് സാർ 5 ഇയർ LLB 211 ഔട്ട് ഓഫ് 360 ഈസ് ദർ എനി ചാൻസ്? 360 211 മാർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. 211 ഒരു കുഴപ്പമില്ലാത്ത സ്കോർ തന്നെയാണ്, നല്ലൊരു സ്കോർ തന്നെയാണ്, കുഴപ്പമില്ലാത്തതല്ല, നല്ല സ്കോർ തന്നെ. എനി സ്കോർ എബവ് 200 ഈസ് എ ഗുഡ് സ്കോർ, നല്ലൊരു സ്കോർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, അതിനുള്ള സാഹചര്യം ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നാലേ ഇപ്പം നമുക്ക് പ്രഡിക്ഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ വരുത്താൻ പറ്റില്ല. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കും നിങ്ങൾ. ഓക്കെ, ഹലോ സാർ, SC കാൻഡിഡേറ്റ് ആണ്, ഗവൺമെൻറ് കിട്ടാൻ ചാൻസ് ഉണ്ട്, 147 മാർക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് എന്താ പറഞ്ഞില്ലേ, ഇതിപ്പോഴതിനുള്ള നമുക്ക് അസ്യൂം ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല നമുക്ക്. സാർ 250 സ്കോർ ഉണ്ട്, ഗവൺമെൻറ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 250 സ്കോർ ഉണ്ടെങ്കിൽ അത് നല്ലൊരു സ്കോർ തന്നെ, ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു കോമ്പറ്റീറ്റീവ് സ്കോർ തന്നെ. നിങ്ങൾക്ക് ഗവൺമെൻറ് മെറിറ്റ് കിട്ടാനുള്ള ഒരു 70 to 80% ചാൻസ് ഉണ്ട്. കാരണം എനി സ്കോർ എബൌട്ട് 240 എന്ന് പറയുമ്പോൾ എബൌട്ട് സ്കോർ നല്ല സ്കോർ തന്നെ. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല, എന്തായാലും റാങ്ക് ലിസ്റ്റ് വരട്ടെ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ഓൺലൈനിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ അയച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും വരട്ടെ, റാങ്ക് ലിസ്റ്റ് വരട്ടെ നമുക്ക്. അപ്പോൾ നമ്മൾ 3 ഇയർ LLB എൻട്രൻസ് എഴുതി ഇറങ്ങിയ കുട്ടികളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞത് എക്സാം ഭയങ്കര ടഫായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് വിചാരിച്ച പോലെ ഒന്നും അല്ല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്, വളരെ ട്വിസ്റ്റഡ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. ഒരു നോർമൽ പാറ്റേൺ വെച്ചിട്ടുള്ള കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് അറിഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ 3 ഇയറിൻ്റെയും 5 ഇയറിൻ്റെയും LLB എൻട്രൻസിൻ്റെ എൻട്രൻസ് കമ്മീഷണർ റിലീസ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എക്സാം കഴിഞ്ഞോടെ 2ൻ്റെയും കീ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കീ നിങ്ങളെല്ലാവരും നോക്കുക. അതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് ചെയ്യണം, ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് ആൻസറിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ചലഞ്ച് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആ കീ നോക്കുക. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴും നമ്മൾ മനസ്സിലായത് കാര്യം വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ നിന്ന് യാതൊരുവിധ ചോദ്യങ്ങളും ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷവും സെയിം അവസ്ഥയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് പുതിയ നിയമം നിലവിൽ വന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ എൻട്രൻസിന് BNSO BNSSO BSA ഒന്നും തന്നെ BNSC ഒന്നും ചോദ്യം വന്നിട്ടില്ല. ഈ വർഷവും അതിൽ നിന്നൊന്നും ചോദ്യം ചോദിച്ചിട്ടില്ല. ഒരു വർഷം വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. ഞാൻ കുറേ പേരായിട്ട് സംസാരിച്ചു. വളരെ പെട്ടെന്ന് സാർ എക്സാം വിളിച്ചത്, ഒരുപാട് ബുദ്ധിമുട്ടി പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഒരുപാട് പേര് അവരുടെ ഒരു സാക്രിഫൈസും അവരുടെ ഇതൊക്കെ ഷെയർ ചെയ്തായിരുന്നു. ഗൈസ് വെയിറ്റ്, ഇപ്പം ഒന്നും തന്നെ അസംഷൻസ് വരുത്താൻ സമയമായിട്ടില്ല. പലരും ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സാർ സ്കോർ ഇത്രയുണ്ട്, എനിക്ക് ഇവിടെ കിട്ടുമോ, എനിക്ക് എറണാകുളത്ത് കിട്ടുമോ, എനിക്ക് തൃശ്ശൂർ കിട്ടുമോ, എനിക്ക് അഡ്മിഷൻ കിട്ടുമോ. ഗൈസ് അതിനൊന്നും വെറി ചെയ്യാനുള്ള സമയം ആയിട്ടില്ല.
ഇപ്പോൾ ജസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഒരുപാട് കടമ്പകളുണ്ട്. ഇനി റാങ്ക് ലിസ്റ്റ് വരണം. റാങ്ക് ലിസ്റ്റ് വന്നാലാണ് നമുക്ക് ഏകദേശം പറയാൻ പറ്റുള്ളൂ എവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്, എവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഇതൊക്കെ വെച്ചൊന്നും വിചാരിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരണം. നിങ്ങൾ എല്ലാവരും സമാധാനത്തോടെ ഇരിക്കും. നിങ്ങൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടിരുന്ന് ഉറക്കം ഒഴിച്ച് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് നിങ്ങൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക. ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത് നിങ്ങൾ എക്സാം ഹോളിൽ കയറുന്ന ഒരു ആവശ്യത്തിന് ടെൻഷൻ അടിച്ചു. ഇനി നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക. ഇപ്പം നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു, നിങ്ങളുടെ കൺട്രോളിൽ വിട്ടു, ഇനി നിങ്ങൾക്ക് ഒന്നുമില്ല. അപ്പം നിങ്ങൾ ഇത് സമാധാനത്തോടെ ഇരിക്കും. നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരട്ടെ. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഒക്കെ വരുന്ന വഴി നമുക്ക് കാണാം. പിന്നെ നമ്മുടെ കുറച്ച് കുട്ടികൾ നമ്മുടെ ഓൺലൈനായിട്ട് നമ്മൾ കേരളത്തിൻ്റെ പല സെൻറ്ററിൽ എഴുതി കുട്ടികൾ കുറച്ച് പേര് ഓൺലൈനായിട്ട് റിവ്യൂസ് അയച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എക്സാം ഗുഡ് സർ ഒരു കുട്ടി പറഞ്ഞത്. പിന്നെ പ്രിൻസിപ്പൽ റീസണിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, പാസേജ് ഉണ്ടായിരുന്നില്ല. അതായത് ലീഗൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ലെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ പാസേജ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത് കുട്ടി പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കീയിൽ നമുക്ക് നോക്കാം നമുക്ക്. പിന്നെ BNS IPC രണ്ട് ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുട്ടി പറയുന്നു. പിന്നെ BNS ഒന്നും വന്നിട്ടില്ല, IPC ഒന്നും വന്നിട്ടില്ലെന്ന് വേറെ കുട്ടി പറയുന്നുണ്ട്. പിന്നെ കീ വന്നു, കീ റിലീസ് ചെയ്ത് 3 ഇയറും 5 ഇയർ LLB ഒഫീഷ്യൽ കീ റിലീസ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നോ BNS നോ IPC എന്നൊക്കെയാണ് 3 ഇയർ LLB എൻട്രൻസ് എഴുതി കഴിഞ്ഞിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ 3 ഇയർ LLB എൻട്രൻസിന് ലീഗൽ മാക്സിസ് ഒന്നും തന്നെ ഇല്ലെന്നൊക്കെയാണ് സ്റ്റുഡൻസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾ നമ്മുടെ അടുത്ത് പറയുന്നത്. പിന്നെ 1-2 പേരായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് 5 ഇയർ ഒരു മോഡറേറ്റ് പേപ്പർ ആയിരുന്നു. വലിയ ടഫും അല്ല, വലിയ ഈസിയും അല്ല, അങ്ങനെ ഒരു പേപ്പർ ആയിരുന്നു. പക്ഷെ 3 ഇയർ ഇറങ്ങുന്ന ഒരു 70-80% പേരും പറയുന്നത് ടഫാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും നോക്കാം. നമുക്ക് നമ്മുടെ കീ ഒന്ന് ഫൈനൽ കീ വരട്ടെ. ഇപ്പോൾ വിട്ട കീയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്താം. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഫൈനൽ കീ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എന്തെങ്കിലും വരുന്ന പോലെ കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ടൻസ് ഒക്കെ നമ്മുടെ ക്ലീ 2025 സീരീസിലെ കണ്ടൻസ് ഒക്കെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിച്ചു. നമ്മൾ ഒരുപാട് വീഡിയോസും കണ്ടൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗൈഡൻസ് ആയിട്ടുള്ള ക്ലാസ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീ 2025 സീരീസിൽ ഒരു 10-25ഓളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം. അപ്പോൾ നമ്മുടെ സീരീസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ വരുന്നുണ്ട്, അഡ്മിഷനായി ബന്ധപ്പെട്ടുള്ള ഗൈഡൻസും കാര്യങ്ങൾ വരുന്നുണ്ട്. അവസാനം നിങ്ങൾ ലോ കോളേജ് കയറുന്നത് വരെയുള്ള സംബന്ധിച്ച കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നുണ്ട്. ഇനി ലോ കോളേജ് കയറി നമ്മൾ കണ്ടന്റ് അവസാനിക്കുന്നില്ല. നമ്മൾ ലോ കോളേജ് കയറി LLB സബ്ജക്ട്സും അതുപോലെ തന്നെ എങ്ങനെ കോഴ്സ് പഠിക്കണം, അതുപോലെ ഇല്ലീഗൽ ഗൈഡൻസായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ഫോർ മോർ കണ്ടന്റ്സ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ കണ്ടന്റൊക്കെ ഹെൽപ്ഫുൾ ഉറപ്പായിട്ട് സപ്പോർട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു ഗൈസ്, ബെസ്റ്റ് വിഷസ്.